ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന തോൽവിക്ക് ശേഷം ഇനി ഇന്ത്യ നേരിടാൻ പോകുന്നത് സിംബാബ്വേയാണ്. 3 T20 മത്സരങ്ങളാണ് സിംബാബ്വേയിലായിട്ട് നടക്കാനായിട്ട് പോകുന്നത്. ഈ വരുന്ന വ്യാഴാഴ്ച വൈകുന്നേരം 4:30-ക്കാണ് ആദ്യ T20 നടക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടുമായിട്ടും അയർലൻഡുമായിട്ടും T20 പരമ്പരകൾ നഷ്ടമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ഒരു പരമ്പര ജയിച്ചേ മടങ്ങാനാവൂ. അല്ല എന്നുണ്ടെങ്കിൽ പ്രമുഖർ ടീമിൽ നിന്നും പുറത്താവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. കഴിഞ്ഞ മാസം നടന്ന സിംബാബ്വെ ബംഗ്ലാദേശ് പരമ്പരയിൽ ടെസ്റ്റ് പരമ്പരയും ഏകദിന പരമ്പരയും സിംബാബ്വെ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. T20 പരമ്പര മാത്രമായിരുന്നു കേട്ടോ സിംബാബ്വേൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ടായിരുന്നത്. അത് 3 T20 പരമ്പരകൾ മത്സരം നടന്നതിൽ ഒരു മത്സരം സിംബാബ്വെ ജയിക്കുകയും ബാക്കി 2 മത്സരം ബംഗ്ലാദേശ് ജയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ തന്നെ ബംഗ്ലാദേശിന് വളരെ ദയനീയമായ രീതിയിലായിരുന്നു കേട്ടോ ഏകദിനത്തിലും ടെസ്റ്റിലും തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടീം എന്ന രീതിയിൽ ഒരിക്കലും ഇന്ത്യ ഈ സിംബാബ്വേനെ കരുതാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ ഇറങ്ങിയ T20 11-ൽ നിന്നും ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടും ഒരു ബെറ്റർ 11 തന്നെയാണ് കേട്ടോ സിംബാബ്വേൻ്റെ കൂടെ ഇറക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യക്കായിട്ട് T20 ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും കൂടിയിട്ട് തന്നെയാണ്. സഞ്ജു സാംസന്റെ അഭാവം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സ്ക്വാഡിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശിക്ക് എന്തായാലും വേറൊരു തടസ്സവും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു 3 T20 മത്സരത്തിലും അദ്ദേഹം തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് അഭിഷേക് ശർമ്മൻ്റെ കൂടെ. മൂന്നാമതായിട്ട് ഇറങ്ങാൻ പോകുന്നത് ഇഷാൻ കിഷാനാണ് കേട്ടോ. ഇഷാൻ കിഷാൻ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറും ആയിട്ട് നിൽക്കാനായിട്ട് പോകുന്നത്. 4ാമത് പൊസിഷനിലായിട്ട് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശ്രേയസ് അയ്യരായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. 5ാമത് പൊസിഷനിൽ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള തിലക് വർമ്മയാണ് വരുന്നത്. 6ാമത് പൊസിഷനിൽ ഫിനിഷർ കൂടിയായിട്ടുള്ള റിങ്കു സിംഗ് ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ റിങ്കു സിംഗ് ടീമിലേക്ക് തിരിച്ചു വരുന്നത്. അതേമാതിരി 7ഉം 8ഉം പൊസിഷനുകളിലായിട്ട് ശിവൻ ദുബെയും ഹർഷ് ദുബെയും ആണ് കേട്ടോ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഇവർ രണ്ടുപേരും ഓൾറൗണ്ടർമാരായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ബൗളിംഗ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് മയങ്ക് യാദവും അശോക് ശർമ്മയും വരുൺ ചക്രവർത്തിയും കൂടിയിട്ടായിരിക്കും കേട്ടോ ബൗളിങ്ങിനെ നിയന്ത്രിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴും നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ബൗളിംഗ് ലൈനപ്പ് അത്ര സ്ട്രോങ് എന്ന് പറയുന്നൊരു രീതിയിലൊന്നും അല്ല കേട്ടോ നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരമ്പര നേടിയില്ല എന്നുണ്ടെങ്കിൽ ഗംഭീറിൻ്റെ കോച്ച് സ്ഥാനം ഉൾപ്പെടെ തെറിക്കാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് കേട്ടോ.